അങ്ങനെ 2025 പെരുന്നാളുകളുടെ സമയമായി. ജനുവരി ഫെബ്രുവരി ഒക്കെ പല പള്ളികളിലും പെരുന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളിക്കടുത്തുള്ള, ഞാൻ കോട്ടപ്പുറം കത്തിപ്പള്ളി ഇടവകയിൽ അംഗമാണ്. ഞങ്ങൾക്ക് അടുത്ത് തന്നെ ചെറിയൊരു കപ്പേളപ്പള്ളിയുണ്ട്, ആനാപ്പുഴയിലുള്ളത്. അപ്പോൾ ആ പള്ളിയിലെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ്. ഈ പെരുന്നാൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം, ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയിട്ട് ഷോപ്പ് വന്നിരിക്കുന്നത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പ് ഞങ്ങളുടേതായി തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് പെരുന്നാളാണ്. ഒത്തിരി സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പള്ളി പെരുന്നാളൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. വളരെ ചെറിയൊരു ഇടവകയാണത്, ഇടവകയല്ല, ചെറിയൊരു യൂണിറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു കപ്പേളപ്പള്ളിയാണത്. വളരെ ചെറുതാണെങ്കിലും ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പെരുന്നാളും പള്ളിയും പ്രദേശമൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. അവിടെ ഒരു പിയാത്തയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിയാത്തയുടെ സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു മരിച്ചു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ആ രൂപത്തിനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. വളരെ നല്ല സൗമ്യമായ, ഭയങ്കര ബഹളങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തീരുന്ന ഒരു പെരുന്നാൾ. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു പള്ളിയും അന്തരീക്ഷമൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു കണക്കൂട്ടലുണ്ടാവില്ല, ഇതുപോലെ ആയിരിക്കുന്നു. പക്ഷേ വളരെ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഓൺ വോയിസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. ഫുൾ നമ്മുടെ പടക്കത്തിൻ്റെ സൗണ്ടും മറ്റ് ചെണ്ടമേളം കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കേട്ടോ പോയത്. ഞങ്ങൾ വീട്ടിൽ പോട്ടെ, കടയിൽ അമ്പൊക്കെ കയറിയതിന് ശേഷം നമ്മൾ പ്രദക്ഷിണത്തിൻ്റെ കൂടെ പള്ളിയിൽ കയറിയപ്പോൾ ഉള്ള സീനുകളാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ കുറച്ച് നേരമൊക്കെ വൈബടിച്ച് പ്രാർത്ഥിച്ച് അവിടെയൊക്കെ നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ട് ചെണ്ടമേളൊക്കെ ആസ്വദിച്ച് അങ്ങനെ വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു സൺഡേ ആയിരുന്നു അത്. അപ്പോൾ നമുക്കിനി ബാക്കി ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഇതായിരുന്നു കേട്ടോ നമുക്ക് പ്രദക്ഷിണത്തിന് വന്നിരുന്ന അമ്പിൻ്റെ ഇതാണ് നമ്മുടെ ഷോപ്പ്. വെള്ളിയാഴ്ച ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് എടുത്തു വെച്ചതാണ്. പിന്നെ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ തന്നെ പോയി അമ്പിന് വേണ്ടിയിട്ട്. ശനിയാഴ്ച രാവിലെ ആയിരുന്നു അമ്പ് നമ്മുടെ കടകളിലേക്കും മറ്റ് വീടുകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളതിന് വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അമ്പ് വരുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒത്തിരി പടക്കം പൊട്ടിക്കണം. അങ്ങനെ ഒരു അമ്പ് പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ചെറുപ്പത്തിലേ വളർന്നു വന്നത് നമ്മുടെ പള്ളിയിലൊക്കെ കുറേ പടക്കം പൊട്ടിക്കുക, നമ്മുടെ വീട്ടിൽ കുറേ പടക്കം പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ കോട്ടപ്പുറത്ത് അമ്പ് പെരുന്നാൾ അത്ര ആഘോഷമില്ല, അധികം പടക്കമൊന്നും പൊട്ടിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അമ്പ് പെരുന്നാൾ കുറേ പടക്കം പൊട്ടിക്കണം, നമുക്ക് കുറേ കമ്പിത്തിരി മത്തപ്പൂ ഒക്കെ പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഘോഷമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. ചാലക്കുടി പെരുന്നാൾ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഈ കോട്ടമ്പും പോട്ടെ, ആനപ്പുഴയിലത്തെ പള്ളിയിലത്തെ അമ്പ്. അങ്ങനെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഓരോരുത്തരുടെ വീട്ടിലേക്കൊക്കെ കിട്ടും. നമ്മളിത് ഇതിപ്പോൾ നമ്മൾ അമ്പ് ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളാണല്ലോ. ഞങ്ങളുടെ അവിടെ ഹിന്ദുക്കളും അമ്പ് വീട്ടിൽ കയറ്റാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലും ഹിന്ദുക്കൾ കുറേ പേര് അമ്പ് വീട്ടിൽ കയറ്റി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗുണ്ടും പടക്കോട്ടൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു നിമിഷങ്ങളായിരുന്നു അത്. പ്രത്യേകിച്ച് ഞങ്ങൾ ചാലക്കുടി അമ്പും ഞങ്ങളുടെ വാളൂരത്തെ അമ്പൊക്കെ ഒത്തിരി ഇങ്ങനെ പടക്കം പൊട്ടിച്ച് ഭയങ്കര ലൗഡായിട്ട് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ്. ചാലക്കുടി അമ്പ് കൂടിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു എക്സ്ട്രീം. ചാലക്കുടി വെടിക്കെട്ടൊക്കെ, അമ്മച്ചിയുടെ വീട് ചാലക്കുടിയിലാണ്. അപ്പം നമുക്കതൊക്കെ ഭയങ്കര ഒരു ചെറുപ്പത്തിലെ ഒരു മെമ്മറീസിലൊക്കെ പെടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ പെരുന്നാളും എനിക്ക് അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ. പിന്നെ എനിക്ക് മാലപ്പടക്കം പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ അപ്പനും സുധീഷും എല്ലാവരും ഗുണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗുണ്ടൊക്കെ പൊട്ടിച്ച് സെയിം ടൈം ഗുണ്ടിൻ്റെ സൗണ്ടൊക്കെ നമുക്കൊരു പെട്ടെന്നൊരു പേടി എഫക്റ്റ് തരുമെങ്കിലും, സോറി കേട്ടോ, തൊണ്ട ഇത്തിരി ഇടറിപ്പോയി. ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് നമ്മൾ അമ്പിനെ സ്വീകരിക്കാനായിട്ട് 2 ഫ്ലവേഴ്സ് അപ്പുറത്തൊക്കെ വെച്ച് നടുക്ക് മെഴുകുതിരിയൊക്കെ വെച്ച് സെറ്റാക്കിയത്. നമുക്ക് ഈ അമ്പ് വരുമ്പോൾ മുതിർന്നവർ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എന്താ പറയുക, നേർച്ചയിടാൻ പൈസ കൊടുക്കും.
അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും എനിക്കൊക്കെ കിട്ടി നേർച്ചിടാനുള്ള പൈസ. അപ്പോൾ അപ്പുറത്തേക്ക് പോയി അമ്പ് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ചെണ്ടമേളത്തോട് കൂടിയാണ് അമ്പ് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ അമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി. വീട്ടിലേക്ക് വീട് തന്നെ നമ്മുടെ കടയിലേക്ക് കയറി. നമ്മൾ പിന്നെ പ്രാർത്ഥിക്കണ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എന്താ അറിയാത്തവർക്ക് വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവും, നമ്മളത് പ്രാർത്ഥിക്കും. സെബസ്റ്റിയാൻ പുണ്യാളനോടുള്ള പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേർച്ച ചില വീട്ടിൽ അരിയും മുട്ടയൊക്കെ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ടാവും, അങ്ങനെ നേർച്ച അതിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലായിടത്തും കാണിക്കും. നമ്മുടെ വീടുകളിലാണെങ്കിൽ റൂമുകൾ, അടുക്കള, ബാക്ക് വശം, സൈഡ് വശം എല്ലാവരും കൊണ്ട് ഇങ്ങനൊരു നമ്മൾ വീടിന് ചുറ്റും അമ്പായിട്ടൊന്ന് നടക്കും. നമ്മൾ കടയിലാണെങ്കിൽ നമ്മുടെ കടയിലെ റൂമുകളും മറ്റുമെല്ലാം കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അമ്പ് വന്ന് പോയി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് വീഡിയോയിൽ പെടുത്തിയതാണ്, കടയും കാര്യങ്ങളൊക്കെ. ഇത് വൈകുന്നേരമായി. നമ്മൾ രാവിലെ അമ്പ് കയറ്റി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു. പിന്നെ സീരിയൽ ഓൾവേസ് ലോഡിങ്. അവിടെ സീരിയലും കുട്ടികൾ കുറച്ച് നേരം പാട്ടൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. കാരണം അമ്പ് വരാൻ കുറച്ച് വൈകിയായിരുന്നു. വൈകിട്ടേട്ടൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി വരാനായിട്ടാണ് കേട്ടോ ബുള്ളറ്റ് എടുത്ത് പോകുന്നത്. കാരണം ടൈമുണ്ട്. കാരണം പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് അമ്പ് ഇറങ്ങുള്ളായിരുന്നു. നമ്മളപ്പോൾ അമ്പുവിനോട് വരുന്നതിനോട് മുന്നേ തന്നെ നമ്മൾ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് നമ്മൾ മത്താപ്പൂവൊക്കെ കത്തിച്ച് എല്ലാം സെറ്റ് ചെയ്ത്, ഞാൻ മൊബൈൽ ഒരു സൈഡിൽ വെച്ച് ടൈം ലാപ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ വീഡിയോ ചെയ്തത്. അതിൻ്റെ ഇടയിൽ പ്രദക്ഷിണം വന്നു. എനിക്കിതൊക്കെ അതിൽ കവറായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വോയിസ് കവർ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ എല്ലാവരും ഫ്രണ്ടിലോട്ട് വന്നു. പിന്നെ അപ്പുറം ഇപ്പുറമുള്ള കുഞ്ഞു കുട്ടികളൊക്കെ വന്നു കേട്ടോ കമ്പിത്തിരിയും ഇതൊക്കെ കത്തിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ പ്രദക്ഷിണം പോകുന്നുണ്ട്. പ്രദക്ഷിണം പോകുമ്പോൾ നമ്മൾ കത്തിക്കാതെ കുറച്ച് നേരം കമ്പിത്തിരിയൊക്കെ മാത്രമായിട്ട് കത്തിച്ചു. പിന്നെ കുറേ ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു എന്നാൽ കത്തിച്ചോ, മത്തപ്പൂവൊക്കെ കത്തിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കത്തിച്ചു. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ പ്രദക്ഷിണം പോയി കൃഷ്ണൻകോട്ട പാലത്തിൻ്റെ അവിടം വരെ എത്തി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണം. അങ്ങനെയുണ്ടോ പ്രദക്ഷിണം. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കലൊക്കെ നിർത്തി. ആൾക്കാർ കുറേ പേർ, കുട്ടികൾക്കൊക്കെ പേടി. അങ്ങനെ ഇതാണ് കേട്ടോ തേര്. ബാക്കിൽ വരുന്നതാണ് വലിയ സെബസ്ത്യാനോസിൻ്റെ ഇങ്ങനെ പള്ളി പോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് വരും. ഇതൊരു ചെറിയ ഇടവക ആയതുകൊണ്ട്, ചെറിയ ഇടവകയില്ല, ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് ഒറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കോട്ടപ്പുറം പള്ളിയിൽ 4 ബ്ലോക്കാണ്, അപ്പോൾ 4 തേരുണ്ടാവും. ചാലക്കുടി പള്ളിയിൽ പിന്നെ ഇഷ്ടം പോലെ. അപ്പോൾ കോട്ടപ്പുറം പള്ളിയുടെയും പെരുന്നാളിൻ്റെ സീനുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ബാൻഡ് സെറ്റ് പോട്ടെ, ചെണ്ടമേളവും ആൾക്കാരും തേരും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പടക്കമൊക്കെ പൊട്ടിച്ചു. പടക്കമാണ് പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര പിന്നെ കുറേ നേരം പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പ്രദക്ഷിണം പോയപ്പോൾ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് പ്രദക്ഷിണത്തിൻ്റെ കൂടെ പള്ളിയിൽ പോയി. പിന്നെ പള്ളിയിൽ പോയിട്ടുള്ള സീനുകളാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റത്തെ ക്ലിപ്പിങ്സ് ആയിട്ട് കണ്ടത് കേട്ടോ. അച്ഛൻ മാതാവിൻ്റെ രൂപം എടുത്ത് പോകുന്നതാണ്. അതിൻ്റെ ബാക്കിലാണ് തേര്. പിന്നെ തേര് വരുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള ചേച്ചിമാർ ചിലവരൊക്കെ അവിടെയൊക്കെ വഴിയിൽ നിൽക്കുന്നുണ്ട്, കുറേ പേര് കണ്ടോ. അപ്പോൾ അവർ തേര് നിർത്തി രൂപം മുത്താനും നേർച്ചയെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തി കൊടുത്തിട്ടാണ് തേര് പോയിരുന്നത് കേട്ടോ. അങ്ങനെ വളരെ സമാധാനപൂർണമായൊരു അമ്പ് പെരുന്നാളും കഴിഞ്ഞിരിക്കുന്നു. അമ്പ് പെരുന്നാളുകൾ ഞങ്ങളുടെ പരിസരത്തുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മാർച്ചിൽ 5-ാം തീയതി നോയമ്പ് തുടങ്ങാണ്, വലിയ നോയമ്പ് തുടങ്ങാണ്. അതിൻ്റെ വ്ളോഗുകൾ ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് വേണമെന്നാണ്. പിന്നെ എൻ്റെ വ്ളോഗിൽ കൂടുതലും വേളാങ്കണ്ണി യാത്രയാണ്. ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ഇന്നേ ദിവസം വൈകുന്നേരം, ഇന്ന് എത്രാം തീയതിയാണ്, 15. ആരതിപ്പൊടിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസം തിങ്കളാഴ്ച, അവരുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടിയും കണക്ട് ചെയ്യാൻ പറ്റും ദിവസം ഏതാണെന്ന്. അപ്പോൾ ആ ദിവസം ഞങ്ങൾ വൈകുന്നേരം വേളാങ്കണ്ണിയിലേക്ക് യാത്ര പുറപ്പെടാണ്. ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ വണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ, ഇത് വലിയൊരു സ്ട്രക്ചറാണ് കേട്ടോ. ഇത് സൈഡൊക്കെ മടക്കി വെച്ചേക്കാണ്. അങ്ങനെ ഞാനും പോയി മാതാവിനോടും പ്രാർത്ഥിച്ചു, സെബസ്ത്യാനോസ് പുണ്യാളനോടും പ്രാർത്ഥിച്ചു, എന്നിട്ട് പോയിട്ട് വന്നു.
അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പടക്കം പൊട്ടുന്നുണ്ട്. പിന്നെ വണ്ടികൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ എല്ലാം നല്ല ക്ലിയറാക്കി വിടാനായിട്ട് എല്ലാവരും കുറേ പേരൊക്കെ അത് നല്ല രീതിയിൽ അത് ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ പാട് ഈ ചേട്ടനാണ്. ഭയങ്കര ടൈമിംഗ് അനുസരിച്ച് ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പോകണം. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പടക്കം പൊട്ടിക്കലും ഫോട്ടോ എടുക്കലും ഐസ്ക്രീം കഴിക്കലൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ പയ്യെ നമ്മൾ ഇവിടേക്ക് പോയി, പള്ളിയിലേക്ക് പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോയി എന്ന് പറയില്ല, അപ്പോഴുള്ള ക്ലിപ്പിങ്സ് ആണ് ഇത്. ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ കടയുടെ അപ്പുറത്തുള്ള കുറച്ച് നീങ്ങുമ്പോഴേക്കും ഒരു സ്ഥലത്ത് സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അമ്പ് പയ്യെ നിർത്തി അവർ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് പയ്യെ പോകാം. അങ്ങനെ ഒരു ആവശ്യക്കാർക്ക് വെള്ളവും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക്, പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെ പുണ്യാളുടെ രൂപം നിലവിളക്ക് പൂവുകൊണ്ടൊക്കെ അലങ്കരിച്ച് പിന്നെ മെഴുകുതിരികളൊക്കെ വെച്ച് വളരെ കളർഫുള്ളായിട്ട് അവർക്ക് പറ്റാവുന്നതിലധികം ഒരു പെരുന്നാളിൻ്റെ വൈബ് കൊണ്ടുവരാമെന്ന് പറയില്ലേ, അതുപോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അത് ഹിന്ദുക്കളായിരുന്നു എങ്കിൽ പോലും അവർ ചെറിയൊരു സെബാസ്റ്റ്യാനോസ് പുണ്യാളുടെ രൂപവും നിലവിളക്കൊക്കെ വെച്ചായിരുന്നു. ആ ക്ലിപ്പിങ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും തന്നെ ആ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ പള്ളിയിലേക്ക് ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അമ്പെടുക്കൽ നേർച്ചയുണ്ട്. അമ്പെടുക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പെടുത്ത് പള്ളിയുടെ അവിടെ നിന്ന് എടുത്ത് വിട്ടുപോയല്ലോ, നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് അമ്പെടുത്ത് നമ്മൾ കൊടിമരം, അതന്നെ കൊടിമരത്തിൻ്റെ അവിടെ ചുറ്റും കറങ്ങി തിരിച്ച് പള്ളിയിൽ കൊണ്ടുപോയിക്കൽ നേർച്ചയാണ് അമ്പെടുക്കൽ നേർച്ച. ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ വീടുകളിൽ ആൾക്കാർ കയറ്റാതിരിക്കില്ല അമ്പ്, അതായത് ദൂരെയുള്ളവർ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ പോയിട്ട് കയറ്റാൻ പറ്റാത്തവർ അങ്ങനെയുള്ളവർ, കൂടുതലും ഹിന്ദുക്കൾ അങ്ങനത്തെ ആ ചേച്ചിമാരൊക്കെയാണ് കൂടുതൽ വന്ന് ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി. വാഴ്വിൻ്റെ സമയമായിരുന്നു. ഇതായിരുന്നു കേട്ടോ വാഴ്വിൻ്റെ സമയമായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ നിർത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വാഴ്വ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയി. വെടിക്കെട്ട് പെട്ടെന്ന് കഴിഞ്ഞു, എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. അത് കഴിഞ്ഞുള്ള കുറച്ച് ക്ലിപ്പിങ്സാണ് ഫസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം ചെണ്ടമേളമൊക്കെ ആസ്വദിച്ച് പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ആ ഒരു ദിവസം എൻഡ് ചെയ്തു. ഞാൻ വിചാരിച്ചതിലും വലിയൊരു പെരുന്നാൾ ഡേ ആയിരുന്നു. കുക്കുവിന് പേടിക്കെട്ടൊന്നും കണ്ടിട്ട് പേടിയൊന്നും ആയില്ല കേട്ടോ. അവൾ ഭയങ്കര ചില്ലായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവളുടെ ഒപ്പം കുറച്ച് നേരം നിന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു ബോഗൻവില്ലയുടെ ഒരു മരമുണ്ട്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം ചെറിയ ഗ്രോട്ട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പള്ളിയും ആ അന്തരീക്ഷവും ഒക്കെയും വളരെയധികം ഇഷ്ടമായി. ഇതാണ് പള്ളിയുടെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയിലത്തെ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ആൾക്കാരൊക്കെ കുറേ പോയതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോയി.